ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് വെച്ചിട്ടൊരു അച്ചാറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. സാധാരണ കുടുത, ചൂര അങ്ങനെയുള്ളതൊക്കെയാണ് അച്ചാറുള്ളത്. ഇതിപ്പോൾ ഞാൻ നെയ്മീനാണ്, ഒരു 1/2 കിലോളം ഉണ്ട് നെയ്മീൻ. അതാണ് ഞാനിന്നിവിടെ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഇച്ചിരി ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് പുരട്ടി വെച്ചേക്കാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്യാസിൽ ചട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടായിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് എപ്പോഴും മീനും ചെമ്മീനൊക്കെ അച്ചാർ ഇടാറുള്ളത്. ഇതിപ്പോൾ ഞാൻ നല്ലെണ്ണയിൽ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നല്ലെണ്ണ ഇട്ടിട്ട് എങ്ങനെയുണ്ട് അച്ചാർ ഇട്ടിട്ടെന്ന് നോക്കാം. നമ്മൾ നാരങ്ങ മാങ്ങയൊക്കെ നല്ലെണ്ണയിൽ ഇടാറുണ്ടല്ലോ. വെളിച്ചെണ്ണയിലാണ് മീൻ അച്ചാർ ഇടാറുള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ട് എങ്ങനെ നോക്കാം കേട്ടോ. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ, ശങ്കല്ലേ. ശങ്ക വീടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അതുപോലെ ഉപ്പൻ എന്ന് പറഞ്ഞ പക്ഷി വീടിൻ്റെ പരിസരത്തോ വീട്ടിലോ വരുന്നത് വീടിന് ഐശ്വര്യം എന്ന് പറയാറുണ്ട്. ആ വീട്ടിലോ ഭാഗം കൊണ്ടുവരുന്നു പറയാറുണ്ട്. അത് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ പറയാം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് വായിച്ചിട്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാം അടുത്ത ബ്ലോഗിൽ കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ കടുകുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു പാള വേപ്പില എടുത്തിട്ടുണ്ട്. ഇത് 3 കൂടി വിനീഗറും ചേർത്തിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം കേട്ടോ. അത് അമ്മിയിലിട്ടോ അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലിട്ടോ നന്നായിട്ട് അരച്ചെടുത്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് മീനിട്ട് കൊടുക്കേ. ഇപ്പോൾ 1/2 കിലോ മീനേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ എണ്ണയ്ക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുള്ളും തലയൊക്കെ മാറ്റിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി, കടുക്, വേപ്പില, വിനീഗർ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഒഴിച്ചാൽ കുറച്ച് വിനീഗർ ചേർത്ത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. 2 പ്രാവശ്യമൊക്കെ പറയണത് ചിലപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിലാണ് വിചാരിച്ചിട്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയണത്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിടുന്നു കേട്ടോ. അത് അമ്മിയിൽ വെച്ചാണെങ്കിലും നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിടുന്നു. നമുക്ക് എൻ്റെ ആളൊക്കെ കൊടുത്തുവിടാൻ വേണ്ടി ചെമ്മീൻ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് അധികം കൊടുത്തുവിടണ്ടേ. അപ്പം അതിനെ ആ സമയത്തൊക്കെ അമ്മിയിലൊക്കെ വെച്ച് അരച്ചാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് എന്ത് വെജിറ്റബിൾ ആണെന്ന് നിങ്ങൾക്കറിയോ? പേരക്ക പോലെ ഇരിപ്പുണ്ടല്ലേ? പേരക്ക അല്ല കേട്ടോ, എന്തോ പച്ചക്കറിയാണ്. ചൗച്ചവാണെന്ന് തോന്നുന്നല്ലേ. ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും പേര് പറയുന്നത് ഇതിനെന്തോ വേറെന്തോ വേറെ എന്തെന്നോ പറഞ്ഞാൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം. എന്ത് വെജിറ്റബിളാണ്? പച്ചക്കറി കടയിലൊക്കെ ഇരിക്കണമെന്നുള്ളത്. ഇത് നല്ല പരിപ്പൊക്കെ ഇട്ട് കറി വെക്കാനും ചെമ്മീനൊക്കെ ഇട്ട് കറി വെക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് മീൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം കടുകും വേപ്പിലയും ഇഞ്ചിയും കൂടി നന്നായിട്ട് ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീനൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ 2 ആക്കിയിട്ട് തന്നെ വറുത്തട്ടാ. ഫുള്ള് 1/2 കിലോ ഇട്ടിട്ട് എണ്ണ കുറച്ച് ഒഴിച്ചേക്കുന്നതുകൊണ്ട് ഓക്കെ ആയില്ല. അതിന് പകുതി മാറ്റിയിട്ട് പകുതിയായിട്ടാണ് ഞാൻ വറുത്തെടുത്തത്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഡയറക്റ്റിലേക്ക്.
മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് അരച്ചരപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കിട്ടാൻ ഇന്നുവരെ വന്നെല്ലാരും. അരപ്പിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മൂത്ത സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു നിങ്ങളിടുമ്പോൾ ഒരു സ്പൂൺ സാധാ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ മുളക് പൊടിയുടെ പച്ചമണം പോകാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണേ. അതിലേക്ക് കുറച്ചും കൂടി വിനീഗർ ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ പറ്റിയതാണ്. പിന്നെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യണവർക്കും ഇതൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. ചെമ്മീനും ഇതേപോലെ തന്നെ സെയിം ഇത് തന്നെയാണ് മെത്തേഡ് തന്നെയാണ് ചെമ്മീനും അച്ചാറും കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കണേ. അതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കണം മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ ഇപ്പം അച്ചാർ റെഡി ആയിരുന്നു കേട്ടോ. കണ്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.